ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല ചൂടാണ്. യു എയിലും നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ ചൂട് കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടും പുറങ്ങളിലൊക്കെ നല്ല തണുത്ത തൈരുണ്ടല്ലോ, തൈര് കഞ്ഞിയിലിട്ടിട്ട്, തൈര് കഞ്ഞി എന്നതിന് പറയാം. നല്ല തണുത്ത തൈരും പുളിപ്പുള്ള നല്ല തൈര് കഞ്ഞിയിലിട്ടിട്ട് അതിൽ ചമ്മന്തി കാര്യങ്ങൾ ചേർത്തിട്ടൊരു അടിപൊളി കഞ്ഞി കഴിക്കുക, ചൂടിന് നല്ല ബോഡിയൊക്കെ നല്ല തണുപ്പിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് യു എയിൽ ഷാർജ മുവൈലയിലാണ്. നമ്മളിപ്പോൾ കാലം മാറി, ഇപ്പോൾ നമ്മുടെ നാട് വിട്ടാലും നമുക്ക് നാട്ടിലെ സംഭവങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് സുലഭമാണ്. കഞ്ഞി എന്നുള്ള കഞ്ഞിക്കട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 4 ഓല വേഞ്ഞ് ഒരു ബെഞ്ചൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് കഞ്ഞിക്കട എന്നൊക്കെ പറയുന്നത്. ഇന്നതൊക്കെ മാറിയിട്ട് ഇന്ന് ഫുള്ള് സെറ്റപ്പിൽ വലിയ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുകളടക്കം നല്ല നാടൻ കഞ്ഞി, ഈ തൈര് കഞ്ഞി അതുപോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലത്തിലേക്ക് മാറി. നാട് വിട്ട് മറുനാട്ടിൽ പോയാലും നമ്മുടെ നാടിനെ മറക്കാതിരിക്കാനുള്ള ഒരു ഭക്ഷണത്തിൻ്റെ എല്ലാതും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയുള്ള ബാർബിക്യൂ എംപയർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഇവിടെ പല വിഭവങ്ങളുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ ഒരു തൈര് കഞ്ഞി, ഈ ഒരു ചൂടത്ത് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്ലോഗുമായി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, Yeah. Pop in, burning like this, ain't checking my wrist. Third is my shift. Rolling all night like flex. We look at the clips, these credits are lit. Stacking miles, I'm far away from home. I got what I wished for. Taking that risk, I'm checking my list. Marathon man, it's run legit. Can't let it slip when it's all in my grip. Talking too much, he probably not it. All that I did, calls I missed, time I spent. Yeah, that's that blood, sweating my love. Checking that tug, out of the mud. Bro probably get picked up like a truck. Went in the clutch, that is a must. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാട്ടിലെ ഓല മേഞ്ഞ ബെഞ്ചിട്ട് കഞ്ഞിക്കടയല്ല റെസ്റ്റോറൻറ്റ്. ഇതവരെ മെനു ആണ്. ഇതിൽ മീൽസ്, പൊതിച്ചോറ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഈ തൈര് കഞ്ഞും പിന്നെ പയർ കഞ്ഞി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണോ ദമ്മ്, ക്രാബ്, അങ്ങനത്തെ ഉണ്ട്. എന്താ പറയുക, സ്പെഷ്യൽ നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. Wake up, get to it, ain't nothing about it. The only way to it is do it, no way around it. Before that we cruising like the Caribbean with mileage. I'ma always be solid, I'm a young brother with knowledge. Go do the science, dog. Always up like a pilot, dog. Look at my eyes, I'm tired, dog. The time that it takes, I made for the space. Gotta build my empire, dog. I make sales, not a buyer, dog. You don't compare, he a liar, dog. Stack it up till it can't fold, I just did 10 in a row, I just did 10 in a row, I just did 10, gotta go, Stack it up till it can't fold, അങ്ങനെ നമ്മുടെ കഞ്ഞി, തൈര് കഞ്ഞി വന്നിട്ടുണ്ട്, പയർ കഞ്ഞി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സൈഡായിട്ട് വന്നില്ല, പപ്പടം ഉണ്ട്, ഉപ്പേരി, ചമ്മന്തി, 2 തരം ചമ്മന്തി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കപ്പട ഒരു ഉപ്പേരി പോലെ ഉണ്ട്, പിന്നെ അച്ചാറ്, മീൻ വറുത്തത്, വേറൊരു പയറുപ്പേരി, കൊണ്ടാട്ടം മുളക്, ഇത് പിന്നെ ചെമ്മീൻ്റെ ഒരു സ്പെഷ്യല്, പിന്നെ ക്രാബ് ഞണ്ടുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ സീബ്രീം. ഇത്തിരി ഐറ്റംസാണ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തൈര് കഞ്ഞിയാണ് നോക്കുന്നത്. തൈര് കഞ്ഞി ഞാനിപ്പോൾ അടുത്ത വളരെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ട് ഓർമ്മയുണ്ട്. ഒന്ന് കഴിച്ചു നോക്കുക. അടിപൊളിയാണ്. പുളിപ്പുള്ള തൈരും. പിന്നെ ഇവരുള്ളത് പയർ കഞ്ഞിയാണ്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ പയറും ചോറും കഴിച്ചതിൻ്റെ ഒരു ഫീല്. നിങ്ങൾക്ക് കേബേജിൻ്റെ ഉപ്പേരിയുണ്ട്, തേങ്ങ ചമ്മന്തി, 2 ടൈപ്പ് ചമ്മന്തി ഉണ്ട്. ഇന്നത് കപ്പ ഉള്ള അച്ചാറ്,
പയറുപ്പേരി, മീൻ വറുത്തത്, ഉണക്കമീനാണ് കേട്ടോ. ഉണക്ക സ്രാവ് ഉണ്ടല്ലോ, അതാണ് അതിലൂടെ കൊണ്ടാട്ടം. ഇതാണ് കഞ്ഞിക്ക് ഒരു കൊടുക്കുന്നത്. അല്ലേ, ചെമ്മീൻ നമ്മൾ എക്സ്ട്രാ എടുത്തതാണ്. അടിപൊളി മസാല ഉണ്ടാകും. പിന്നെ ക്രാബ്, പിന്നെ സീബ്രീം നല്ല പച്ച മസാല കരച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ കഞ്ഞി ഉണ്ട് കാലിലേക്ക്. തൈര് കഞ്ഞി ഞാൻ കഴിച്ചു. സൂരജ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത് കേട്ടോ. സൂരജ് അതിൽ ഈ കഞ്ഞിയിൽ ഈ ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ, ഉപ്പേരിയും സാധനങ്ങളെല്ലാം കൂടി അതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചു. ഇത്തരം ഐറ്റംസുകളൊക്കെ അടിപൊളിയുണ്ട്. ഒരെണ്ണം നമുക്ക് മോശം പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇന്നത്തെ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു അറബി ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പോകണം. നാട്ടിൽ ഫുഡ് കഴിക്കണമെങ്കിൽ അറബി നാട്ടിൽ വരണം എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു അൽഫാം, മന്തി കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ, ഷവർമ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇവിടെയുള്ള പ്രവാസികളായ നമ്മളെന്താ കഴിക്കുന്നത്, ഇതുപോലെ കഞ്ഞി കാര്യങ്ങൾ, പൊതിച്ചോറ്, ചട്ടിച്ചോറ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഷാർജ മുവൈലയിലുള്ള കാലിക്കറ്റ്, അതായത് ബാർബിക്യൂ എംബർ എന്ന് പറയുന്ന ഒരു കാലിക്കറ്റ് റെസ്റ്റോറൻ്റാണ്. ഈ റെസ്റ്റോറൻറ്റ് ബ്ലോഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ബ്ലോഗ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു വെറൈറ്റി ഫുഡ്, അതായത് വെറൈറ്റി വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല, അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു കഞ്ഞി, തൈര് കഞ്ഞി ഇങ്ങനെയൊക്കെ ഇതുപോലൊരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ കാലചക്രം പുറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളെ കൊണ്ടും. അപ്പോൾ കുറേ മനുഷ്യൻ മുന്നോട്ട് കുതിച്ചപ്പോൾ ഇനി പുറകോട്ട് കുതിക്കാം, അല്ലെങ്കിൽ പുറകിലോട്ടൊന്ന് തിരിഞ്ഞ് നോക്കാം എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയതിൻ്റെയൊക്കെ ഒരു തെളിവുകളാണ് പല കാര്യങ്ങളും. നമ്മളെ ലൈഫ് സ്റ്റൈലായിക്കോട്ടെ, അതുപോലുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ, പലതും നമ്മൾ പുറകിൽ നിന്ന് പുതുതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, സൂപ്പറാണ് കഴിച്ചതെല്ലാം. അപ്പോൾ ഈ ഷാർജയിൽ ഒരു മൊയില വരുന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് എംബർ, ബാർബിക്യൂ എംബർ എന്നുള്ള ഈ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ വന്നാൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. അടിപൊളിയാണ്. നല്ല പയർ കഞ്ഞി ആയിക്കോട്ടെ, തൈര് കഞ്ഞി ആയിക്കോട്ടെ, അതിലുള്ള ഐറ്റംസുകളായിക്കോട്ടെ ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.